ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ മലയാളം ഫാമിലി ത്രില്ലർ ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സൂക്ഷ്മദർശിനി. നസ്രിയ ബേസൽ കോംബോ ആദ്യമായിട്ട് ഒരുമിച്ച സിനിമ കൂടിയായ ചിത്രത്തിന്റെ ആദ്യ ഷോ പൂർത്തീകരിക്കുകയാണ്. ആദ്യ പ്രതികരണങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ട്രാൻസിന് ശേഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അഭിനയിച്ച നസ്രിയയുടെ ഏറ്റവും പുതിയ സിനിമ കൂടിയാണ് സൂക്ഷ്മദർശിനി. അതേസമയം ബേസലിന്റെ ഈ വർഷത്തിൽ ഒരുപാട് സിനിമകളിൽ ഒന്നുകൂടിയായ സൂക്ഷ്മദർശിനി ഇപ്പോഴത്തെ പ്രതീക്ഷിച്ചതുപോലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ആദ്യ ഷോയ്ക്ക് ശേഷം നേടിയെടുത്തിരിക്കുകയാണ്. രണ്ട് അയൽക്കാരുടെ പ്രശ്നങ്ങളുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സൂക്ഷ്മദർശിനിയുടെ ആദ്യ പകുതി തന്നെ നേരത്തെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തിരുന്നു. ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യ പകുതിക്ക് സാധിച്ചെങ്കിൽ രണ്ടാം പകുതി ആദ്യ പകുതിയേക്കാൾ മികച്ചത്. അതോടൊപ്പം തന്നെ സസ്പെൻസ് ട്വിസ്റ്റുകളെല്ലാം തന്നെ ഉള്ള ഒരു കിടിലൻ രണ്ടാം പകുതിയായിട്ട് സൂക്ഷ്മദർശിനി രണ്ടാം പകുതി മാറിയിരിക്കുന്നു. മികച്ചൊരു ക്ലൈമാക്സ് കൂടിയായപ്പോൾ ആകെ മൊത്തത്തിൽ സൂക്ഷ്മദർശിനി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ മോളിവുഡിലെ അടുത്തൊരു വിജയ സിനിമയ്ക്ക് ഇന്ന് തുടക്കമിടുകയാണെന്ന് നാം മനസ്സിലാക്കുന്നു. ഈ നവംബർ മാസം നിലവിൽ മറ്റൊരു സിനിമയും തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തിട്ടില്ല. സൂക്ഷ്മദർശിനിയുടെ പ്രീ റിലീസ് ബുക്കിംഗ് ഒപ്പം തന്നെ ഹൈപ്പെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആണ് എന്ന് നിലവിൽ ഉറപ്പിക്കാം. ബേസിൽ ജോസഫിനെ സംബന്ധിച്ച് ഈ വർഷം ഒരുപാട് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമകളിൽ ഒന്നായിട്ടാണ് ഈ സിനിമ മാറുന്നതെങ്കിൽ അതേസമയം നസ്രിയയ്ക്ക് ഈ സിനിമ വലിയൊരു തിരിച്ചുവരവായി മാറിയിരിക്കുകയാണ്. അങ്ങനെ മോളിവുഡിൽ അടുത്തൊരു മികച്ച സിനിമ എന്ന് നിസ്സംശയം പറയാവുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾക്ക്.